പക്ഷെ ഇതല്ലടാ, ഇതൊക്കെ കുറവാണ് നമ്മളെ. ഇനിയിപ്പോൾ ആരും എടുക്കണം എന്നുള്ള ചെറിയ കൺഫ്യൂഷനാണ്. അതിനെ എടുത്താൽ നീറോ എടുത്താൽ ഉറപ്പുണ്ടാവില്ല, ഹൈറ്റാണ് പ്രശ്നം. നാലാളുണ്ട്. നീറോ എടുക്കാം, നീറോ എടുക്കാം, നീറോ എടുത്താൽ മറ്റൊന്നും നീറോ എടുക്കാ. നീറോ നമ്മുടെ എക്സ്പീരിയൻസ് കുറവുള്ള കാരണം കൊണ്ടാണ് ഈ ഒരു സംശയം. മറ്റവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാറ പറയാൻ ചെടി എടുത്തിട്ട് ലോഡ് കയറ്റി കഴിഞ്ഞിട്ടാണ്. ഇനിയുള്ളത് മൊത്തം റിവേഴ്സിങ്. ആ ഒരു കാർ മാത്രമാണ്, ലാസ്റ്റ് കാർ മാത്രമാണ് ഫോർവേഡ് കയറ്റാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ റിവേഴ്സ് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് മൊത്തം ലൈൻ കറക്റ്റ് ലൈനായിട്ട് അങ്ങോട്ട് എത്തിയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ച് അങ്ങോട്ട് ഓടിച്ച് ഭ്രാന്ത് പിടിക്കണേ. ഓക്കെ, എനിക്കാണെന്നുണ്ടെങ്കിൽ തല പുറത്തേക്കിട്ട് ഓടിക്കണേക്കാളും കംഫർട്ട് മിറർ നോക്കിയിട്ട് ഓടിക്കണതാണ്. ആ ഭാഗം എന്താ അവസ്ഥ അറിയില്ല. ആ ഭാഗം കുറച്ച് ഇതായിട്ട് നമ്മൾ ഈ ലൈനിലൂടെ ചേർത്ത് പിടിക്കണം. ഒന്നുകൂടി പോന്നു. യെസ്, ഇവിടെയാണ് എപ്പോഴും അപകടങ്ങൾ ഒഴിഞ്ഞിരിക്കുക. എപ്പോഴും ഇറങ്ങി നോക്കുന്നത് നല്ലതാണ്, എത്ര സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അയ്യോ ഓക്കെ, ഇത്ര ഒരു എന്നാലും തട്ടില്ല. അടി തട്ടാൻ മാത്രം നോക്കിയാൽ മതി. അമ്മേ എന്തൊക്കെ കാര്യങ്ങൾ റീസ് എന്ന് പറഞ്ഞാൽ അമ്മാതി റീസാവില്ല. സേഫ് ലാൻഡാണ് എന്താ, പക്ഷെ ഇത്രയും നല്ലടാ. ഇതൊക്കെ കുറവാണ്. നമ്മളെ Q3 അവിടെ ഒരു Q3 ബാക്കിയുള്ള കുറേ വണ്ടികൾ മുട്ടിയില്ലാത്ത രീതിയിൽ നിൽക്കുക. അതാണ് ഏറ്റവും വലിയ വിഷയമില്ലേ. ഓക്കെ, ഓഫ് ചെയ്തു. പാർക്കിംഗ് മോഡ്, ഹാൻഡ് ബ്രേക്ക്, മിറർ ക്ലോസ്. ഓക്കെ, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നമുക്ക് ഒന്ന് വണ്ടി ബാക്കിൽ ആക്കാം. പക്ഷെ വേണ്ട, അത്ര വലിയ കുഴപ്പമുള്ള വണ്ടികളൊന്നുമില്ല. അത് കാരണം കൊണ്ടേ അത് മതി. രണ്ട് വണ്ടി ആകെ എടുത്തിട്ടില്ല, ഷാക്കിട്ട് എടുത്തിട്ടില്ല, മറ്റേ എടുത്തില്ല. ഇനി നമ്മൾ അടുത്ത പരിപാടി, അടുത്ത വണ്ടി കയറണം. വണ്ടി കയറണമെങ്കിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. ആദ്യം ഇവന്മാരെ കുറച്ച് ഫ്രണ്ടിക്കാക്കാം. അല്ലേ, അല്ലെങ്കിൽ നമ്മൾ റിവേഴ്സിനെ ഇടാൻ പോണേ. തട്ടില്ല, എന്നാലും അതിനുള്ളത്തുള്ള വണ്ടിയൊന്നുമില്ല. എന്നാലും നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കണം. റിസ്ക് ഇല്ലാണ്ട് പരമാവധി നമുക്ക് ഇതാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ല ഏറ്റവും നല്ലത്. ഇതൊക്കെ ഞാൻ പറയും, പക്ഷേ ചില സമയത്തൊരു പൊട്ട സ്വഭാവം വരാണ്ട് എനിക്ക്. ഒപ്പലെടുക്കും, ഒപ്പൽ അതാണ്. ഒപ്പലൊന്നും അധികം ബാക്ക് ഇതില്ല, അത് കാരണം കൊണ്ട് ഹൈ എന്തൊരു കഷ്ടം. നോക്കി എടുത്താ ഓടി മറ്റേ ഇലക്ട്രിക് ഭയങ്കര ആക്ഷൻ എന്നൊക്കെ പോയി ഇത് കാണിക്കണ്ടേ. നമ്മളെ 6ാമത്തെ വണ്ടിയാട്ടാ. ഇനി റിവേഴ്സിൻ്റെ കളിയാണ്.
അങ്ങനത്തെ പറഞ്ഞല്ലേ ടെസ്ല എടുക്കണ്ട ടെസ്ല ഇതിൻ്റെ റിവേഴ്സ് എങ്ങനെ പറഞ്ഞ പോലെ ആ ഭയങ്കര കളിയാണല്ലോ വാ മോനെ വാ മോനെ വാ ന്യൂട്രലാക്കിയിട്ട് ഇങ്ങോട്ട് തരണം നമ്മളെ ബാലൻസിനൊക്കെ ഷിഫ്റ്റ് കയറുമില്ല ഗിയർ കൊടുത്തണം ഇങ്ങനെ കുറച്ചുകൂടി സെൻട്രലാക്കിയിട്ട് പോകും പിന്നെ മറ്റേ വരെ എടുത്തിട്ട് പോകും കാരണം അത്യാവശ്യം ഇതുണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് പോണ്ട ഈ ഒരു പോക്ക് മതി കാരണം ബാക്കിയില്ല വേണ്ടല്ലോ ഇലക്ട്രിക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല പോക്കു നമ്മൾ ചെറുതായിട്ട് കാല് കൊടുക്കുമ്പോഴേ മൂപ്പിനാണ് നല്ല വിടല വിടുക പാർക്കിംഗ് ഹാൻഡ് ബ്രേക്ക് മിറർ ക്രോസ് എൻജിൻ ഓഫ് ഫോർ സ്റ്റെപ്പ് പാർക്കിംഗ് അമ്മേ അവനുമായി ലോക്ക് ഓക്കെ നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം വണ്ടി നമ്മൾ സേഫ് ആക്കും സേഫ് ആക്കുന്നു എടുക്കുന്നു ഈ സെക്ഷൻ കഴിഞ്ഞു ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ എത്ര മതി ഓക്കെ രണ്ടല്ല മൂന്നെങ്കിലും മിനിമം വേണമെന്നാണ് നമുക്ക് വേണം കുറച്ച് പിന്നിക്കാക്കാം പക്ഷേ ഇതിവിടെ ഇല്ല അത് ചെറിയ വണ്ടി ആയതുകൊണ്ടാ നമുക്ക് അത് ലാസ്റ്റാക്കാം നമുക്ക് അടുത്ത വണ്ടീനെ പിടയ്ക്കാം വണ്ടി അരച്ചിട്ടാ നമ്മൾ ഐഡിക്ക് വേണം കേട്ടാൽ മതി ബോക്സോക്കെ അപ്പോൾ അവൻ്റെ ഒരു സേഫ് ലാൻഡിങ്ങിന് ഓക്കെ നിൽക്കട്ടെ നടക്കുന്നു ഗ്രീസടിക്കാറായി മഴയും കൂടി പെയ്തപ്പോൾ ഉണ്ട് ആ നമ്മൾ ഒരു കാര്യം ചെയ്യാറുണ്ട് അത് പൊക്കിയപ്പോഴേ അത് നമ്മുടെ ഹൗസ് വീട് താഴ്ത്തിയപ്പോൾ ഇവനെ നമ്മൾ താഴ്ത്തണം അല്ലാതെ നിങ്ങൾ ഇവിടെ പൊന്തി നിൽക്കും നമുക്ക് ഐഡിയ ഈവിയ ഉള്ളതൊക്കെ ഈവിയാണ് നീ ഒരു നീളോ കൂടിയുണ്ട് അതിൻ്റെ ബാക്കിൽ കണ്ട ഈ സാധനം ഭയങ്കര പ്രശ്നമാണ് നമ്മളെ ശ്രദ്ധിക്കില്ല ഇവിടെയുള്ള എല്ലാ കൂടുതൽ വണ്ടികൾക്കും ആ സാധനം ഉണ്ടാവും എന്നിട്ട് ഭയങ്കര ഇതാ ഇവിടെ ഉണ്ട് കുറേ വണ്ടികൾ കയറിയത് എങ്ങനെ നമുക്കൊന്ന് ഓപ്പറേറ്റ് ചെയ്യാനൊരു പിടുത്തം കിട്ടില്ല ഓക്കെ പാർക്കിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആണോ എവിടെ പാർക്കിംഗ് അതെന്താ പാർക്കിംഗ് ഒന്നും കാണില്ല ഇനി ഓക്കെ അതെന്താ തന്നെയാണ് ഈ ഒലക്കയുടെ പ്രശ്നം ഇല്ല പിന്നെ അട്ടപ്പനാന്ന് പിടിക്കും ചെറുത് ചൈന വണ്ടികൾ കുറേ വരാണ്ട് എൻ്റെ ചങ്ങായി ഒരു പിടുത്തും ഉണ്ടാവില്ല ഇത് എങ്ങനെയാന്ന് ഈ ടെസ്റ്റിലൊക്കെ ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം എന്തൊരു സാധനമാണത് ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഇവിടെ നിന്ന് നെതർലാൻഡിൽ നിന്ന് തന്നെ റിട്ടേൺ കൊണ്ടുപോകണ്ടായിരുന്നു
അതല്ല ബെൽജിയത്തിൽ നിന്നായിരുന്നു. ഇവരെ തന്നെ ഓപ്പൺ ലൈൻ കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ യൂസ്ഡ് വണ്ടിനായിരുന്നേ. അപ്പോൾ അത് കൊണ്ടുപോകാൻ വേണ്ടി പോയിട്ട് ഇതിപ്പോൾ ഹോളിൽ നിൽക്കും. ആ ഓക്കെ ഓക്കെ ഓക്കെ. പാർക്കിംഗ് സീറ്റ് ബെൽറ്റ് ഒന്നുമില്ല, മറ്റൊന്നുമില്ല. എന്താ അവിടെ ക്ലോസ് ചെയ്യാൻ എങ്ങനെ വരുവാണോ? ആ ഓക്കെ എന്നാ വാ. സെറ്റായില്ലേ? ഓക്കെ ചാവി നമ്മൾ ഇവനെ സേഫ് ആക്കുന്നു. ഇത് കയറില്ല. നമ്മളെന്ത് ചെയ്യും? ആക്കാൻ മുകളിലാ. ഇതാണ് നമുക്ക് ഹാഫ് തന്നിരുന്നു. ഇവിടെ അല്ലേ? ഇതില്ലേ? ഓക്കെ, ആദ്യം എടുത്ത് വെക്കേണ്ട സാധനമൊക്കെ ഇന്ന് വീഡിയോ എടുക്കേണ്ട തിരക്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പുറത്ത് വിട്ടാലേ ഇതാണെങ്കിൽ അടിക്ക് പോണതാ. ഓ പോവില്ലേ? ഓക്കെ ഇങ്ങനെ താഴ്ത്തി പിന്നേക്ക് വേണ്ടി വലിക്കുവാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഈ ഒരു അളവില്ലേ, ഈ ഒരു അളവ് വേണം. ഇതിപ്പോൾ ഷേപ്പിങ്ങിനെ ആയതുകൊണ്ട് കുഴപ്പം നമുക്കൊന്നും അടുപ്പിക്കാം, വിഷയമില്ല. അതെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ട്. അല്ലാണ്ടങ്ങ് അത് ഒടിഞ്ഞ് വരുമ്പോൾ, വണ്ടി ഒടിഞ്ഞ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, നമുക്ക് ഒരു വണ്ടി കൂടെ കയറാറുള്ളൂ. നിങ്ങൾക്ക് നമുക്ക് കൊള്ളൂ, നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത മുതലാണ്. ഞാൻ അവന് ലാസ്റ്റ് ആക്കാനുള്ള കാരണം വെച്ചാൽ മെയിനായിട്ട് ആ ബാക്കിൽ ആ സാധനം നിൽക്കണ കാരണം. നീ ഇതിൻ്റെ പിന്നെ നമ്മൾ വണ്ടി കേട്ടില്ലല്ലോ, അപ്പോൾ വലിയ വിഷയമില്ല. നമുക്ക് രണ്ട് വണ്ടിക്ക് ഉണ്ടായിരുന്നു, ആ ഫോർഡിനുണ്ട്, ഇനി ഈ ഒരു നോക്കുന്നുണ്ട്. ഞാൻ ഇവനെ മാത്രമാണ് നമ്മുടെ അടിയിൽ ഫോർവേഡ് കേൾക്കുള്ളൂ. ഇറങ്ങി നോക്കുക, ഫ്രണ്ടിൽ എത്രത്തോളം സ്പേസ് ഉണ്ട്, ബാക്കിൽ എത്രത്തോളം സ്പേസ് ഉണ്ട് നോക്കേ. കറക്റ്റാണ്, നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഉണ്ട്, അടി കുഴപ്പമില്ല. ബാക്കിൽ ഓക്കെയാ അല്ലേ, ഏകദേശം മുക്കാൾ ഓക്കെയാ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു തരി കൂടി ഫ്രണ്ടിക്ക് ആവശ്യമില്ല, എന്നാലും ഒരു തരി കൂടി മതി, ഒരനക്കം മതി. അപ്പോൾ കഴിഞ്ഞു പാർക്കിങ് പി ഓക്കെ ഓക്കെ കീ എടുത്തിട്ട് സ്പേസ് ഉണ്ട്
ഉണ്ട് അത്യാവശ്യം. പബ്ലിക്കിന് എന്താണോ വണ്ടി ഓഫാക്കി. വണ്ടി ഓഫാക്കിയിട്ടുള്ള വണ്ടി ഓഫാക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഹൈറ്റ് സെറ്റ് ചെയ്യാം. അളവ് പോലെ നമുക്ക് വേണ്ടത്. ഇത് മതി. നാല് 3 ആ റേഞ്ചൊക്കെ ഉണ്ട്. ഇവിടെയോ? ഇവിടെയുണ്ട്. ഇവിടെ കാണും താഴ്ത്താം. എന്നിട്ട് ഓക്കെ, ഇവിടെ ഓക്കെ. ഇങ്ങനെ കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടാവും. കാരണം വിഷയമില്ല. ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ സ്പേസ് ഉണ്ട്, അതിനുള്ളിൽ സ്പേസ് ഉണ്ട്. മതി. മതി. ഓക്കെ, ഓളോക്കെ. ഇപ്പോൾ ആ കൂടി ആവശ്യം അത് നോക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും അത് തീരെ ആയിട്ടുണ്ടാവില്ല. അത് നിൽക്കാൻ പറ്റത് അല്ല 380. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെയും കുഴപ്പമുണ്ടാവില്ല. എന്താ വിഷയമില്ല. ഫ്രണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ചെറിയ പ്രശ്നം വരുള്ളൂ. എന്നാലും വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. 4.2 ആകുള്ളൂ. അതൊന്നും വിഷയമല്ല. നോ പ്രോബ്ലം മാൻ. അപ്പോൾ ലോഡിങ് ഫിനിഷായി. എനിക്ക് ആവശ്യമുണ്ട്, മറന്നുപോയാലേ. മറന്നുപോയില്ലേ? ബുക്ക് ചെയ്തേ. ബുക്ക് ചെയ്താ പോലെ.
5 മണിക്കൂർ 58 മിനിറ്റ് ഓടിയാൽ റെസ്റ്റ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി റെസ്റ്റ് എടുത്ത് 20 മിനിറ്റ് എടുത്ത് തുടങ്ങിയിട്ട് 9 മണിക്കൂറിൽ കാണിക്കാം. ആഴ്ചയിൽ 3 ദിവസം നമുക്ക് 9 മണിക്കൂറായിട്ട് വെച്ചിട്ടാം റെസ്റ്റ്. 20 മിനിറ്റ് എടുത്ത കാരണം കൊണ്ട് 5 മണിക്കൂർ 58. ഇതിപ്പം കുറഞ്ഞോണ്ടേ ഇരിക്കും. അപ്പോൾ 1300 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ വിഷയമില്ല. ഏകദേശം 1000-1200 കിലോമീറ്റർ ഉണ്ടാവും. സംഗതിക്കാം ഇന്ന് ടോമിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് ടാബിൽ സെറ്റ് ചെയ്തേക്കാം. കുറച്ച് നമ്മുടെ കുറേ സ്ഥലങ്ങൾ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ. ലേഗർ മാക്സ് നമുക്ക് ഇതൊക്കെ ഞാൻ യൂറോപ്പിൽ പോയ സ്ഥലങ്ങളാണ്. ഇതിലിപ്പം ലേഗർ മാക്സ് കാർ ട്രാൻസ്പോർട്ട് ബുദാവോസ് വിളിച്ചാൽ ഓക്കെ. ഡ്രൈവ് ആദ്യമായിട്ടൊക്കെ വണ്ടിയുടെ സെറ്റാക്കി ഓൾറെഡി വെച്ചിട്ടുള്ള. അപ്പോൾ ഉള്ളത് നെതർലാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ റൂട്ട് ഇങ്ങനെ വരും. നെറ്റില്ലേ 1425 കിലോമീറ്റർ ഉണ്ട്. ഈ വഴിക്ക് തന്നെയാണ് പോവുക, പ്രാഗ് വഴി. കാരണം ഈ വഴി ഓസ്ട്രിയ വഴി ടോൾ കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരെ ഈ വഴി ഞാൻ പോകണ കറക്റ്റ് റൂട്ടാണ് കാണിച്ചത്. 1425 കിലോമീറ്റർ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 1300 കിലോമീറ്റർ ഓടിയാൽ ഒരു 1000-1200 കിലോമീറ്ററാണ് ബാക്കി ഉണ്ടാവും. അപ്പോൾ നാളെ എന്തായാലും ഒരു 1000-600 കിലോമീറ്റർ ഓടാൻ പറ്റും. ഓടാൻ പറ്റണം വിശ്വാസം. 600-700 നാളെ നമുക്ക് ലോഡിങ്ങും അങ്ങനെ ലോഡിങ്ങും ഒന്നുമില്ല. അപ്പോൾ 10 മണിക്കൂർ നമുക്ക് വണ്ടി ഓടിക്കാം. 10 മണിക്കൂർ പറഞ്ഞാൽ 9 മണിക്കൂറും 10 മണിക്കൂറിൻ്റെ ഇടയിൽ 10 മണിക്കൂർ മുട്ടിക്കാൻ നിന്നാൽ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പാടും കാക്ക ലക്ഷണവും. ഓക്കെ, ഫുഡ് വെച്ചിട്ട് ബാക്കി